Hello everyone, Assalamu alaikum, welcome back to Nima Diaries. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ മലയാളികൾക്കൊക്കെ ഒരുവിധം ഇഷ്ടമാകുന്ന നല്ല നാടൻ കപ്പ പുഴുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ അടിപൊളിയാണിത്. അതുമാത്രമല്ല കട്ടൻ ചായയുടെ കൂടെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിന്ന് കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. വളരെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കപ്പ മുങ്ങി കിടക്കുന്ന ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ കപ്പ വേവിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം ഇത് തുറന്നിട്ടിട്ട് വേണം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ. വെള്ളം തിളച്ച് 2-3 മിനിറ്റിന് ശേഷം നമുക്ക് ആദ്യം നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത വെള്ളം ഊറ്റിക്കളയണം. അതിനുശേഷം വേറെ വെള്ളത്തിലാണ് കപ്പ പുഴുങ്ങിയെടുക്കേണ്ടത്. കപ്പയിൽ സയനൈഡിൻ്റെ അംശം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വിഷാംശം കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. അതിനുശേഷമാണ് ഊറ്റിയെടുക്കേണ്ടത്. കപ്പ നന്നായിട്ട് വേവാൻ നിൽക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഊറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒപ്പം നിൽക്കുന്ന ഒരു പാകത്തിൽ നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വെള്ളം ഊറ്റി കളയുമ്പം അത് അത്രയും പോയിട്ടുണ്ടാകും. ഇനി നമുക്ക് അടച്ച് വെച്ചൊരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ ഒരു 3 വിസിലൊക്കെ മതിയാകും. കപ്പയുടെ വേവിനനുസരിച്ചായിരിക്കും വിസിൽ. അപ്പോൾ കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ജസ്റ്റ് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ കപ്പയിലേക്ക് 3/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ഒരു 4 ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ആവാനും വേണ്ടിയിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കാന്താരി മുളകാണെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ എരിവിനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉണക്കമുളക് ക്രഷ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ പച്ചമുളക് കുറച്ച് എരിവ് കുറവാണ്, അത് കാരണമാണ് ഉണക്കമുളക് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങനെ കറക്കണ്ട, ഒന്നായിട്ട് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ തേങ്ങ കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന ഈ രൂപത്തിലാണ് നമുക്ക് തേങ്ങ കറക്കിയെടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് അരിഞ്ഞു പോകണ്ട. അപ്പോൾ ഞാനിവിടെ കപ്പ പുഴുങ്ങാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. കപ്പ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വേവണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ വെക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പാനിൽ വേവാൻ വെക്കുന്ന സമയത്ത് ഇടയ്ക്ക് തുറന്ന് നോക്കണം. ചിലപ്പോൾ വെള്ളം അങ്ങനെ കുറഞ്ഞു പോയിട്ട് അടി പിടിക്കും. അങ്ങനെ കുറഞ്ഞു പോകണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിലൊന്ന് അടച്ച് വയ്ക്കാം. അവസാനമായിട്ട് നമുക്ക് കപ്പപ്പുഴുക്കിലേക്കുള്ള വറവ് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നാടൻ ടേസ്റ്റ് ആകുമ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക്, പിന്നെ അതുപോലെ 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ടിട്ടാണ് വറവിട്ടെടുക്കുന്നത്. ഇനി ഇത് കപ്പപ്പുഴുക്കിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. നമ്മുടെ നാടൻ കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ നല്ല മീൻകറിയുടെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചായയുടെ കൂടെ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.